ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് VWൻ്റെ ഗോൾഫാണ്. ഒരു 2005 മോഡല് വണ്ടിയാണിത്. രണ്ട് ഹെഡ്ലൈറ്റ് പോയി, ബോണറ്റ്, ബമ്പർ. ഇത് ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടി വാങ്ങിച്ച വണ്ടിയാണ്. ഇത് വെറും 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. $500 വാങ്ങിച്ചത്. $500 എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 രൂപ. നോക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ പാർട്സുകൾ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അനലൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫ്രണ്ട് ബമ്പർ സ്ട്രിപ്പ് ചെയ്തു മാത്രം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്സിഡൻസും കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വണ്ടി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലേഡി കസ്റ്റമർ കൊണ്ടുപോയി ആക്സിഡൻ്റ് ചെയ്താണ്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ബോണറ്റും ഇതൊക്കെ പോയി കോട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ വണ്ടിയേക്കാളും വലിയ എക്സ്പെൻസായി. കാരണം ഞങ്ങളുടെ ചാർജസും കാര്യങ്ങളൊക്കെ ആയ കാരണം. അപ്പോൾ ആ പെണ്ണിനോട് ഞങ്ങളുടെ അഡ്വൈസർ ഒരാൾ ഓൾറെഡി ചോദിച്ചു ഇത് കൊടുക്കാൻ താല്പര്യം ഉണ്ടോയെന്ന്. അപ്പം ആള് $500 പറഞ്ഞു. പിന്നെ ആള് കസ്റ്റമർ ചിന്തിച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ വാങ്ങിക്കായിരുന്നു ചെയ്തത്. പാർട്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റും പോയി. അതിൽ ഒരു ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റിൻ്റെ 2 ലെഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 ലെഗ് ഞാൻ റിപ്പയർ ചെയ്തു. റൈറ്റ് സൈഡിലത്തെ ഡീപ്പായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ ഓർഡർ ചെയ്തു. റേഡിയേറ്റർ പാനലും പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഓർഡർ ചെയ്തു. ബോണറ്റ്, ഓഫ് കോഴ്സ് ബോണറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രില്ല്, ഈ 3 ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഇതിന്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പാർട്സിൻ്റെ എന്ന് പറയണത് $800 ആയിരുന്നു, ന്യൂസിലാൻഡ് ഡോളേഴ്സ്. അത് ഫ്ലൈറ്റ് അടക്കം എല്ലാം കൂടിയായിട്ട് $1,200 ആയി പാർട്സിന് മാത്രമായിട്ട്. ടോട്ടല് ഒരു $1,700 അടുത്ത് സ്പെൻഡായി ഈ കാറിന്. അപ്പോൾ ഇത് ഏകദേശം ഈ 88,000 കിലോമീറ്റർ ഓടിയ കാരണം ഡബിള്, അതായത് $4,500 നമുക്ക് വിൽക്കാൻ ഈസി ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ വിൽക്കാൻ പറ്റും. സാറ്റർഡേ ഓഫുള്ള ദിവസം വന്നിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് എക്സ്ട്രാ പാർട്സ് അതിൽ ഒന്നും വേണ്ടിയിരുന്നില്ല. റേഡിയേറ്റർ പാനൽ സെക്കൻഡ് ഹാൻഡ്, ബോണറ്റ് സെക്കൻഡ് ഹാൻഡ് ആണ്. നമുക്ക് 2005 വണ്ടിയായ കാരണം പിന്നെ അതിൻ്റെ മുകളിൽ അധികം പൈസ ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബോണറ്റ് സെയിം കളർ സെക്കൻഡ് ഹാൻഡ് കിട്ടി, ഗ്രില്ല് സെയിം കളർ കിട്ടി. അപ്പോൾ റേഡിയേറ്റർ പാനൽ ടോട്ടലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, റീഎൻഫോഴ്സ്മെൻ്റ് അടക്കം. അപ്പോൾ പാർട്സ് സ്പ്ലിറ്റ് ആക്കാണ്ട് അങ്ങനെ തന്നെ നേരിട്ട് കയറ്റുക ചെയ്തത്. റേഡിയേറ്ററിന് ചെറിയൊരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ ലീക്കോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ കുറേ വണ്ടികൾ നമുക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ മാർക്കറ്റ് പ്ലേസിൽ കിട്ടും. അത് $1,000, അതായത് 50,000 രൂപയ്ക്കൊക്കെ ഈസി. അതായത് കസ്റ്റമേഴ്സ് ആക്സിഡൻ്റ് ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ടുണ്ടാവും, ഇൻഷുറൻസ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്ന് മാത്രം. ഫ്രൈഡേ ആഫ്റ്റർ 4:30 ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് വർക്കിംഗ് ഡ്രസ് ഉള്ളത്. അങ്ങനെ ബമ്പർ സ്റ്റാർട്ട് ചെയ്തു, ഫോഗ് കവർ എല്ലാം വെച്ചു. പിന്നെ ഈ കാറ് 88,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ സെല്ല് ചെയ്യാൻ ഇത്തിരി കൂടി ഈസിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ഇവിടെ ഹാച്ച് ബാക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് ഈ $3,000 $6,000 ഇടയിലുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോണത്. അതായത് ലൈക്ക് 1.5 ലക്ഷത്തിനും 3 ലക്ഷത്തിൻ്റെ ഇടയിലായിട്ട് ഈസി ആയിട്ട് വണ്ടികൾ ലോ മൈലേജ് ഉള്ളത് പെട്ടെന്ന് വിറ്റ് പോകും. അങ്ങനെ ഞാൻ ബമ്പർ കയറ്റി. ആക്ച്വലി നല്ല ആക്സിഡൻ്റ് ആയിരുന്നു, നല്ല വലിയ ഇടിയായിരുന്നു. അത് കാരണമാണ് ഇത്ര പാർട്സുകൾ മാറ്റേണ്ടി വന്നത്. കാരണം വോക്സ്വാഗൻ്റെ അത്യാവശ്യം സ്ട്രോങ് വണ്ടിയാണ് ഗോൾഫ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അത് ഇടിച്ച് ഈ മാതിരി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇടിയാണ്. ഇൻഷുറൻസ് ഇല്ലാണ്ട് മറ്റേ വണ്ടിക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല ഇതിൽ. ഈ ഇടിയിൽ
ഓൾമോസ്റ്റ് ഗ്രില്ലൊക്കെ വെച്ച് സെറ്റപ്പായി. ബോണറ്റ് ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സിൽവർ അപ്പം തന്നെ വന്ന ആവശ്യം. ബോണറ്റിൽ സ്റ്റോൺ ചിപ്പുകളും കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണില്ല. ഇത് ഇനിയിപ്പോൾ കുറച്ച് നാൾ ഓടിച്ച് നടക്കും. ഒരു ലെവലെത്തുമ്പോൾ, അതായത് 1-2 മാസം ഓടിക്കും, വിൽക്കും. ഇതിൻ്റെ ഒപ്പം എനിക്കൊരു ലാഭം ഉണ്ടായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒപ്പം കൂപ്പൺ കിട്ടി എനിക്ക്. ഇവിടെ പാർക്കിങ്ങിന് ഓരോ സൈഡിൽ ഓരോ എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ലൈനിൽ 2 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനായിട്ട് കൂപ്പൺ വേണം, അതായത് വീടിന് പെർമിറ്റുള്ളത്. അപ്പോൾ കസ്റ്റമർ അടുത്ത് തന്നെ വീടുള്ള ആളായിരുന്നു മൺകുക്ക് രീതിയിൽ. അപ്പോൾ എനിക്ക് ഓൾറെഡി ആ കൂപ്പൺ ഉള്ളതുകൊണ്ട് സെപ്റ്റംബർ വരെ ഫ്രീ പാർക്കിങ് കിട്ടി. അപ്പോൾ ഇനി കുറച്ച് നാൾ ഇത് ഓടിക്കാം, അത് കഴിഞ്ഞാൽ വിൽക്കാം. അപ്പോൾ ഇതാണ് പണി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്.